ആരാധിക്കുന്നു ദൈവമേ, ഓസ്തിയാം ദിവ്യ സ്നേഹമേ. ആരാധിക്കുന്നു ദൈവമേ, ഓസ്തിയാം ദിവ്യ സ്നേഹമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവസന്നിധിയിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലായിരിക്കുന്ന നമ്മൾ ഒരു പ്രാർത്ഥനയിൽ ഒരുമിച്ച് കൂടുകയാണ്. ലോകം മുഴുവന് വേണ്ടിയുമുള്ള നമ്മുടെ പ്രാർത്ഥന. ദൈവത്തിൻ്റെ കരുണ നമ്മുടെ മേലും നമ്മുടെ കുടുംബത്തിൻ്റെ മേലും ലോകം മുഴുവൻ്റെ മേലും വന്ന് നിറയുവാനുള്ള നമ്മുടെ പ്രാർത്ഥന. ദിവ്യകാരുണ്യം നമ്മുടെ മുമ്പിൽ എഴുന്നള്ളിയിരിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ ദിവ്യകാരുണ്യത്തിൽ കണ്ടുകൊണ്ട് ഈ ദിവ്യകാരുണ്യത്തെ ആരാധിക്കുന്ന നമ്മൾ ഓരോരുത്തരിലേക്കും ആ കരുണയുടെ സമൃദ്ധി വന്ന് നിറയുവാൻ ആഗ്രഹിച്ചുകൊണ്ട് അല്പസമയം നമുക്ക് ദൈവത്തെ സ്വതന്ത്രമായിട്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു. അവിടുത്തെ കാരുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങയെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുമ്പോൾ അവിടുത്തെ സ്നേഹവും കൃപയും കരുണയുമെല്ലാം ഞങ്ങളുടെ മേൽ ഒഴുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അത് ഞങ്ങളെ അനുതാപത്തിലേക്ക് നയിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. ഈ മണിക്കൂറിൻ്റെ എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിൽ വന്ന് നിറയുവാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. സേവയൊന്നാണ് ജീവിതം. കഷ്ടമോ നഷ്ടമോ എന്തു വന്നിടിലും കർത്താവിൻ പാദം ചേർന്നു പോകും ഞാൻ. കർത്താവിലെന്നും എൻ്റെ ആശ്രയം. കർത്തൃസേവയൊന്നാണ് ജീവിതം. കഷ്ടമോ നഷ്ടമോ എന്തു വന്നിടിലും കർത്താവിൻ പാദം ചേർന്നു പോകും ഞാൻ. ആർത്തുപാടി ഞാൻ ആനന്ദത്തോടെ കീർത്തനം ചെയ്തെന്നു വാഴ്ത്തുമേശുവേ. ആർത്തുപാടി ഞാൻ ആനന്ദത്തോടെ കീർത്തനം ചെയ്തെന്നു വാഴ്ത്തുമേശുവേ. ഇത്ര നല്ല രക്ഷകൻ വേറെയിൽ ഒഴിയിൽ ഹല്ലേലൂയ പാടും ഞാൻ. ഇത്ര നല്ല രക്ഷകൻ വേറെയിൽ ഒഴിയിൽ ഹല്ലേലൂയ പാടും ഞാൻ. ഈ മണിക്കൂറിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിൽ വന്ന് നിറയുവാൻ ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ശരണപ്പെടുന്നു. സ്വസ്ഥമായിട്ടിരുന്ന് ഏതാനും കാര്യങ്ങൾ വചന വെളിച്ചത്തിൽ ദൈവകരുണയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ അല്പസമയം കാരുണ്യവാനായ ദൈവത്തെക്കുറിച്ച് ധ്യാനിക്കുന്നതും ആ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ആ ബോധ്യത്തോടെ നമ്മുടെ ജീവിതത്തിലും അതുപോലെ തന്നെ മറ്റനേകരുടെ ജീവിതത്തിലും ദൈവത്തിൻ്റെ കരുണ, യഥാർത്ഥ അനുതാപം, പശ്ചാത്താപം കൊണ്ടുവരുവാൻ, അതിലൂടെ നാം എല്ലാവരും രക്ഷ പ്രാപിക്കുവാനുള്ള ആ കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവർ, നമ്മൾ ദൈവം കാരുണ്യവാനാണ്, അവൻ കരുണയിൽ സമ്പന്നൻ എന്നതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ദൈവകരുണയുടെ വ്യാപ്തി അത് എത്ര വലുതാണ് എന്നുള്ളതും നാം തിരിച്ചറിഞ്ഞ ഒരു കാര്യമാണ്. നമ്മൾ പ്രത്യേകമായിട്ട് ധ്യാനിക്കുന്നത് ഈ കരുണയുടെ, ദൈവത്തിൻ്റെ കരുണയുടെ ലക്ഷ്യം എന്താണ്.
അത് മനസ്സിലാക്കി നമ്മൾ ദൈവകരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നേട്ടം വളരെ വലുതായിരിക്കും. എന്തുകൊണ്ടാണ് ദൈവം നമ്മോട് കരുണ കാണിക്കുന്ന കാര്യം തുടർന്നുകൊണ്ടിരിക്കുന്നത്? ഈ കരുണ ദൈവം കാണിക്കുമ്പോൾ അതിൻ്റെ സൽഫലമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് എന്താണ്? ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വചനഭാഗമാണ് റോമ 2-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വചനം. റോമാലേഖനം 2-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ദൈവത്തിൻ്റെ കരുണയുടെ ലക്ഷ്യം നമ്മുടെ അനുതാപമാണ്. ദൈവം നമ്മോട് കരുണ കാണിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ലക്ഷ്യം നമ്മൾ അനുദപിച്ച് കർത്താവിങ്കിലേക്ക് തിരിയണം എന്നുള്ളതാണ്. അത് സംഭവിച്ചാൽ നാം രക്ഷ പ്രാപിക്കും. അനുതാപികൾക്ക് ദൈവം രക്ഷ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ നമ്മൾ പല പാപം ചെയ്തിട്ടും നമ്മളെ ഇപ്പോഴും ദൈവം ഈ ഭൂമിയിൽ ജീവിക്കാൻ അനുവദിക്കുന്നതും നമുക്ക് വീണ്ടും വീണ്ടും അവസരങ്ങൾ തന്ന് ദൈവം മുമ്പോട്ട് പോകുന്നതും എപ്പോഴെങ്കിലും നമ്മൾ അനുദപിച്ച് രക്ഷപ്പെടണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. പറയുന്നുണ്ട്, ദൈവകരുണയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ അനുതാപമാണ്. ഈ വചനത്തിൻ്റെ വെളിച്ചത്തിൽ ഏതാനും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നു. ഇതിലേക്ക് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട മറ്റ് ഏതാനും വചനങ്ങൾ കൂടി കാണുമ്പോൾ ഈ ഒരു കരുണയുടെ ലക്ഷ്യം മനസ്സിലാക്കി അവിടെ എത്തി നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും എന്നുള്ളത് നാം തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 36 മുതലുള്ള വചനം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, ദൈവം കരുണ കാണിച്ചതുകൊണ്ട് അനുദപിക്കാൻ സാധിച്ച ഒരു വ്യക്തിയാണ് പാപിനിയായ സ്ത്രീ. ദൈവത്തിൻ്റെ കരുണ മൂലം അവൾക്ക് അനുതാപമുണ്ടായി. അനുതാപമുണ്ടായപ്പോൾ അവൾക്ക് അതിലൂടെ രക്ഷ പ്രാപിക്കാൻ സാധിച്ചു. അവളെ പ്രശംസിച്ച് പറയുന്ന യേശുവിനെ കാണാൻ പറ്റും. അവളെ കുറ്റപ്പെടുത്തി സംസാരിച്ചവരെ തിരുത്തുന്ന യേശുവിനെ കാണാൻ പറ്റും. പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ കരുണ നമ്മളെ അനുതാപത്തിലേക്ക് നയിച്ചാൽ ദൈവം നമ്മുടെ കൂടെ നിൽക്കും. ദൈവം നമുക്ക് വേണ്ടി വാദിക്കും എന്നുള്ളത് നാം തിരിച്ചറിയണം. അനുദപിക്കാതിരിക്കുമ്പോഴാണ് ദൈവത്തിന് നമ്മളെ വീണ്ടെടുക്കാനോ രക്ഷിക്കാനോ പറ്റാതെ പോകുന്നത്. പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ കരുണയും സ്നേഹവും ഏറ്റെടുത്തുകൊണ്ട് അത് നമ്മെ യഥാർത്ഥ അനുതാപത്തിലേക്ക് നയിക്കണം. അപ്പോൾ നമുക്ക് ശരിയായ നിലനിൽക്കുന്ന രക്ഷ അനുഭവിക്കുവാൻ സാധിക്കും എന്നത് നാം തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായം വായിച്ചാൽ എൻ്റെ 2 മുതലുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ മഗ്ദലന മറിയത്തെക്കുറിച്ചും അവിടെ പറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. ഇനി അവിടെ നമ്മൾ കാണുന്നത് ദൈവത്തിൻ്റെ കരുണ മൂലം മഗ്ദലന മറിയത്തിൻ്റെ ജീവിതത്തിൽ മാറ്റം വന്നു. ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ച അവളുടെ ജീവിതം മാറി. പിന്നീട് നമ്മൾ കാണുകയാണ്, ഉത്ഥാനം ചെയ്ത കർത്താവ് ആദ്യം പ്രത്യക്ഷപ്പെട്ടത് മഗ്ദലന മറിയത്തിനാണ്. പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ കരുണ നമ്മെ അനുതാപത്തിലേക്ക് നയിച്ചാൽ ആ അനുതാപം നമ്മുടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ കൊണ്ടുവരും എന്നുള്ളത് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും, ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 11 മുതലുള്ള വചനഭാഗത്ത് നാം കാണുന്ന ഒരു കാര്യം, ധൂർത്തപുത്രൻ, അവന് ദൈവത്തിൻ്റെ കരുണ ലഭിച്ചു. ആ കരുണ അവനെ അനുതാപത്തിലേക്ക് നയിച്ചു. അനുദപിച്ച അവനെ വീണ്ടെടുത്ത് അവന് നഷ്ടമായതെല്ലാം തിരികെ കൊടുക്കുന്ന ഒരു രംഗമാണ് ഈ അധ്യായത്തിൽ നമ്മൾ കാണുക. അപ്പോൾ ഈ 3 വ്യക്തികളും ബൈബിൾ കഥാപാത്രങ്ങളും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ കരുണ തിരിച്ചറിഞ്ഞ് അനുദപിച്ചാൽ നമുക്കൊക്കെ രക്ഷ പ്രാപിക്കാൻ സാധിക്കും എന്നുള്ള ആ വലിയ സത്യമാണ്. ഇനി ഈ ഒരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ കരുണ പ്രാപിക്കാൻ നമുക്ക് എളുപ്പമാണ്. അതുപോലെ തന്നെ മറ്റുള്ളവരോട് കരുണ കാണിക്കാൻ അത് നമ്മെ സഹായിക്കും എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ ആദ്യ വചനങ്ങൾ വായിച്ചാൽ 2 കാര്യങ്ങൾ കർത്താവ് നമ്മെ ഈ വചനഭാഗത്ത് ഓർമ്മിപ്പിക്കുന്നത് കാണാൻ പറ്റും. ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 1 മുതൽ. ഒന്നാമത്തെ കാര്യം, അനുദപിക്കുന്നവർക്ക് വാതിൽ തുറന്നു കൊടുക്കുന്നവനാണ് നമ്മുടെ ദൈവം. അനുദപിച്ചാൽ നമുക്ക് സ്വർഗത്തിൻ്റെ വാതിൽ ദൈവം തന്നെ തുറന്നു തരും എന്നുള്ളത് നാം ഇവിടെ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. രണ്ടാമത്തെ കാര്യം,
അനുദപിക്കുന്ന പാപികളുടെ നിത്യസങ്കേതമാണ് നമ്മുടെ ദൈവം. അപ്പം അതുകൊണ്ട് ഈ ഭൂമിയിൽ വെച്ച് നമുക്ക് ദൈവിക സംരക്ഷണം ലഭിക്കും. നമ്മൾ അനുദപിച്ച് ദൈവത്തിൻ്റെ പക്കലേക്ക് തിരിഞ്ഞ ഇന്നലകളിൽ പല പാപങ്ങളും നമ്മൾ ചെയ്തവരായിരിക്കാം, പല തെറ്റുകളും വീഴ്ചകളും നമുക്ക് വന്നിട്ടുണ്ടായിരിക്കാം. പക്ഷേ അനുദപിക്കുന്നെങ്കിൽ ഈ ഭൂമിയിൽ വെച്ച് ദൈവം നമുക്ക് സങ്കേതമായി മാറും. അതുപോലെ തന്നെ സ്വർഗത്തിൻ്റെ വാതിൽ നമുക്കായി ദൈവം തുറന്നു തരും എന്നുള്ളത് ഈ വചനഭാഗത്തിൻ്റെ വലിയൊരു സന്ദേശമാണ്. ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അനുതാപം കഴമ്പുള്ളതായിരിക്കണം. നമുക്കറിയാം, നമ്മളൊരു അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തുന്നതല്ല ദൈവം ഇഷ്ടപ്പെടുന്നത്, മറിച്ച് നമ്മുടെ ജീവിതം സമൂലം മാറ്റുന്നതാണ്. അടിസ്ഥാനപരമായ മാറ്റം വരുത്തുന്നത് ദൈവത്തിന് ഇഷ്ടമാണ്. അതനുസരിച്ച് നമുക്ക് ദൈവത്തിൽ നിന്നും പ്രതിഫലം ലഭിക്കുകയും ചെയ്യും എന്നുള്ളത് മനസ്സിലാക്കാൻ സഹായിക്കുന്ന 1-2 വചനങ്ങളാണ്. സങ്കീർത്തനം 34:18, സങ്കീർത്തനം 51:17. ഈ 2 വചനഭാഗങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഉരുകിയ മനസ്സും നുറുങ്ങിയ ഹൃദയവും കർത്താവിന് നിരസിക്കാനാവില്ല. ഉരുകിയ മനസ്സും നുറുങ്ങിയ ഹൃദയവും, ഇതാണ് യഥാർത്ഥ പശ്ചാത്താപം. ഈ ഒരു പശ്ചാത്താപം നമുക്ക് വന്നു കഴിഞ്ഞാൽ ദൈവത്തിന് നമ്മെ നിരസിക്കാനാവില്ല എന്നുള്ളത് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായത്തിൻ്റെ 62-ാമത്തെ വചനമെടുത്താൽ ഒരു ബൈബിൾ കഥാപാത്രത്തെ നമുക്ക് കാണാൻ സാധിക്കും. പത്രോസ് കർത്താവിനെ തള്ളിപ്പറഞ്ഞവനാണ്. അതുപോലെ തന്നെ തൻ്റെ ജീവിതത്തിൽ തെറ്റുകളും വീഴ്ചകളൊക്കെ ഉണ്ടായി. കർത്താവ് ചില സൂചനകളൊക്കെ അവന് കൊടുത്തിരുന്നിട്ട് പോലും അതെല്ലാം വിസ്മരിച്ച് തൻ്റെ ഗുരുനാഥനെ തള്ളിപ്പറഞ്ഞു. പക്ഷേ ഈ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, അവൻ അനുദപിച്ചു, മനം നൊന്ത് കരഞ്ഞു. പത്രോസ് ചെയ്തൊരു കാര്യം, മനം നൊന്ത് കരഞ്ഞു. അവൻ്റെ അനുതാപം കഴമ്പുള്ളതായിരുന്നു. അപ്പം അതുകൊണ്ട് നമ്മൾ കാണുകയാണ്, അവനെ ദൈവം അവൻ്റെ ഐശ്വര്യം പുനഃസ്ഥാപിച്ച് അവനെ തന്നെ അപ്പസ്തോലന്മാരുടെ നേതാവായിട്ട് നിയോഗിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പറയുന്നുണ്ട്, കഴമ്പുള്ള അനുതാപത്തിലൂടെ നമുക്ക് നമ്മുടെ ദൈവത്തിങ്കിലേക്ക് തിരിച്ചു വരാൻ പറ്റും. നഷ്ടപ്പെട്ട ഐശ്വര്യം നമുക്ക് വീണ്ടെടുക്കാൻ സാധിക്കും എന്നുള്ളത് ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ശരിക്കും അനുതാപം മൂലം നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന, അനുതാപത്തിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന് നിറയുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന മറ്റു ചില വചനഭാഗങ്ങൾ കൂടി നമുക്കെടുക്കാം. ഇതിന് ഈ അനുതാപം കഴമ്പുള്ളതായിരിക്കണം. ഗ്രീക്ക് ഭാഷയിൽ ഒരു പദം ഉപയോഗിച്ചിട്ടുണ്ട്, മെറ്റനോയ. അതിൻ്റെ അർത്ഥം എ ടോട്ടൽ ചേഞ്ച് ഓഫ് ഹാർട്ട് ആൻഡ് മൈൻഡ്. മനസ്സിൻ്റെ, ഹൃദയത്തിൻ്റെ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ സമ്പൂർണമായൊരു പരിവർത്തനം. ഇതാണ് ശരിക്കുള്ള മാനസാന്തരം. അത് സംഭവിച്ചാൽ അതിൻ്റെ ഫലം വളരെ വലുതായിരിക്കും എന്ന് കാരുണ്യവാനായ ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുക. ഏതാനും ചില സൽഫലങ്ങളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാവുന്നതാണ്. 2 കൊറിന്തോസ് 7-ാം അധ്യായം 9-ാമത്തെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. 2 കൊറിന്തോസ് 7-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വചനവും ലൂക്ക 15-7-ാമത്തെ വചനവും, അനുതാപം നമ്മെ ആനന്ദത്തിലേക്ക് നയിക്കും. പാപം മൂലം നമുക്ക് സന്തോഷം നഷ്ടമായി നമ്മളിപ്പോൾ ദുഃഖത്തിലാണ്ട് നിരാശയിലാണ്ടിരിക്കുന്നവരാണെങ്കിൽ അനുദപിക്കാൻ തയ്യാറാകുമ്പോൾ അത് നമ്മെ ആനന്ദത്തിലേക്ക് നയിക്കും. പൗലോസ്ലീഹ തന്നെ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ ചില കാര്യങ്ങൾ പറഞ്ഞ് ദുഃഖിപ്പിക്കുകയുണ്ടായി, പക്ഷേ ഇപ്പോൾ ആ ദുഃഖം നിങ്ങളെ പശ്ചാത്താപത്തിലേക്ക് നയിച്ചതുകൊണ്ട് ഞാനിന്ന് ആനന്ദിക്കുന്നു. ഏതൊരു പാപിയും അനുദപിച്ച് ദൈവത്തിൻ്റെ പക്കലേക്ക് തിരിയുമ്പോൾ ഈ ആനന്ദം അനുഭവിക്കാൻ സാധിക്കും. ലൂക്ക 15:7 പറഞ്ഞിട്ടുണ്ട്, അനുദപിക്കുന്ന ഒരു പാപിയുടെ മേൽ സ്വർഗത്തിൽ വലിയ സന്തോഷമുണ്ടാകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പറയുന്നുണ്ട്, അനുതാപത്തിൻ്റെ ഒരു സൽഫലമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ആത്മീയമായിട്ടുള്ള ആനന്ദം. അനുദപിക്കുന്ന ഏത് വ്യക്തിക്കും കഴമ്പുള്ള അനുതാപമാണെങ്കിൽ ഈ ആത്മീയ ആനന്ദം അനുഭവിക്കാൻ സാധിക്കും എന്നത് നാം തിരിച്ചറിയണം. രണ്ടാമതൊരു കാര്യം നമ്മൾ കാണുന്നുണ്ട്, അനുതാപം നമ്മെ അഭിവൃദ്ധിയിലേക്ക് നയിക്കും. അഭിവൃദ്ധി എല്ലാവരും ഇഷ്ടപ്പെടുന്നൊരു കാര്യമാണല്ലോ. നമ്മുടെ ജീവിതത്തിൽ ഒരു സന്തോഷവും അതോടൊപ്പം ഒരു പ്രോസ്പെരിറ്റി, അഭിവൃദ്ധി അതുണ്ടാകണം.
അതിന് അനുതാപം നമ്മെ സഹായിക്കും എന്നുള്ളത് നമ്മെ പഠിപ്പിക്കുന്ന ഒരു വചനഭാഗമാണ് നെഹെമിയയുടെ പുസ്തകം. നെഹെമിയയുടെ പുസ്തകം വായിക്കുമ്പോൾ 9-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 8 വരെ വായിച്ചാൽ നമ്മൾ കാണുന്നുണ്ട് വചനം കേട്ട് അനുതാപമുണ്ടായ ഒരു സമൂഹം. 9-ാമത്തെ വചനം പറയുകയാണ്, അവർക്ക് അനുതാപമുണ്ടായിക്കഴിഞ്ഞപ്പോൾ അവരുടെ ജീവിതത്തിലേക്ക് അഭിവൃദ്ധി കടന്നു വന്നു. വിഭവസമൃദ്ധമായ ഭക്ഷണം, മധുരമുള്ള വീഞ്ഞ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കവിടെ കാണാൻ പറ്റും. അപ്പം അതുകൊണ്ട് നെഹെമിയ 8ഉം 9ഉം അധ്യായങ്ങൾ നമുക്ക് നൽകുന്നത് ഈ വലിയ സന്ദേശമാണ്. അനുതാപം നമ്മെ അഭിവൃദ്ധിയിലേക്ക് നയിക്കും എന്നുള്ള ആ ഒരു സന്ദേശം. മൂന്നാമതൊരു കാര്യം നമുക്ക് കാണാൻ സാധിക്കും, പശ്ചാത്താപം, അനുതാപം നമ്മെ സൗഖ്യത്തിലേക്ക് നയിക്കും. 1 രാജാക്കന്മാർ 13-ാം അധ്യായത്തിൻ്റെ 1 മുതൽ വായിച്ചാൽ അവിടെ നമ്മൾ കാണുന്നത് ജെറൊബോവാം രാജാവ്, അദ്ദേഹത്തിൻ്റെ കൈ അത് മരവിച്ചു പോയ ഒരവസ്ഥയുണ്ടായി. അനുതപിച്ച് അവൻ ദൈവപുരുഷനോട് പറഞ്ഞു, ദൈവപുരുഷ, നിൻ്റെ ദൈവത്തോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എൻ്റെ കൈ സുഖപ്പെടാൻ. അങ്ങനെ സംഭവിച്ചു. അവൻ്റെ കൈ സൗഖ്യം പ്രാപിക്കുകയും ചെയ്തു. അപ്പം അതുകൊണ്ട് പശ്ചാത്തപിക്കുന്ന പാപികൾക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്നത് വലിയ സമ്പന്നതയാണ് എന്ന കാര്യം നമ്മൾ തിരിച്ചറിയണം. സൗഖ്യവും ആത്മീയ ആനന്ദവും അവർക്ക് കൈവരിക്കാൻ സാധിക്കും. ദൈവകരുണയെക്കുറിച്ച് ധ്യാനിച്ച് നമുക്ക് കൈകൾ കൂപ്പി കർത്താവിൻ്റെ കരുണ ലഭിക്കുവാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുക. നമ്മുടെ എല്ലാ അവസ്ഥകളും നമ്മുടെ ആവശ്യങ്ങളും ഈശ്വര കരങ്ങളിൽ ഏൽപ്പിക്കാം. ലോകം മുഴുവനെയും മനസ്സിൽ കണ്ടുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കുവാൻ നമുക്ക് ഒരുങ്ങുകയും ചെയ്യാം. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളോട് കരുണ കാണിക്കണമേ. കർത്താവേ, അവിടുത്തെ കരുണയുടെ നിറവ് അനുഭവിക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. ലോകം മുഴുവൻ്റെ മേലും അവിടുത്തെ കരുണ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ആവശ്യമായ അനുഗ്രഹങ്ങളെല്ലാം ഇപ്പോൾ ഞങ്ങളുടെ മേൽ, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മേൽ അങ്ങ് വർഷിക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ,